നിങ്ങളുടെ വിഷമം എന്താണെങ്കിലും നിങ്ങളത് പറയണം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ, എൻ്റെ കുടുംബജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് നബിയെ. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് തങ്ങളെ. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് നബിയേ. ആ വിഷമങ്ങളെല്ലാം നിങ്ങളെ മുമ്പിൽ വന്ന് പറയാൻ വേണ്ടിയാണ് മദീനയിലേക്ക് ഇത്രയും ദൂരഭാഗത്ത് നിന്ന് ഞാൻ നടന്നു വന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന് ആ പ്രിയപ്പെട്ട സഹോദരി സങ്കടം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയോട് ചോദിച്ചു, മോളെ, നിങ്ങൾക്ക് ഭർത്താവുണ്ടോ? നിങ്ങൾക്ക് ഭർത്താവുണ്ടോ മോളെ? നിങ്ങളെ കുടുംബജീവിതത്തിന്റെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ പറഞ്ഞുവല്ലോ. നിങ്ങളെ കുടുംബജീവിതത്തിന്റെ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ പറഞ്ഞുവല്ലോ. നിങ്ങളെ ഭർത്താവ് നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങളെ മക്കളെ കുറിച്ചും നിങ്ങളെ മാതാപിതാക്കളെ കുറിച്ചും നിങ്ങളെ ഭർത്താവിന്റെ മാതാപിതാക്കളെ കുറിച്ചും നിങ്ങൾ എന്നോട് പലതും നിങ്ങൾ പറഞ്ഞുവല്ലോ പ്രിയപ്പെട്ട പൊന്നുമോളെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വീട്ടിലുണ്ടോ? ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു, ഉണ്ട് തങ്ങളെ, എന്റെ ഭർത്താവ് എന്റെ വീട്ടിലുണ്ട്, ജോലിക്ക് പോവാറില്ല. കുടുംബം പോറ്റണമെങ്കിൽ ജോലിക്ക് പോവണ്ടേ നബിയെ? എന്റെ ഭർത്താവ് ജോലിക്ക് പോവാതെ എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലിരിക്കുകയാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയോട് പറഞ്ഞു, അല്ലാഹു നിങ്ങളെ വിഷമങ്ങളെ മാറ്റി തരട്ടെ. ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാം, നിങ്ങളെ വിഷമം അല്ലാഹു മാറ്റി തരട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരി നിറകണ്ണുകളോട് ആമീൻ പറഞ്ഞുകൊണ്ട് മദീനയിലെ മസ്ജിദുൻ നബിയിൽ നിന്ന് ഇങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് അതാ വരുന്നു മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകടിച്ചുകൊണ്ട് പറന്നു വരുന്നു. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളെ സമീപത്ത് ഞാൻ പെട്ടെന്ന് വരാ കാരണം എന്തെന്നറിയോ? ഏത് സമയത്തും തങ്ങളെ സമീപത്തേക്ക് വരുമ്പോ ഒരു സലാം പറഞ്ഞുകൊണ്ട് വല്ലാത്ത ആദരവോടെ ബഹുമാനത്തോടെയല്ലേ ഞാൻ വരാറുള്ളത് നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് വരുമ്പോ വല്ലാത്ത ആദരവോടുകൂടിയാണ് ഇറങ്ങി വരാറുള്ളത്. ഇന്നും മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ചെന്നാൽ കാണാമല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിരുന്ന സുന്ദരമായ കവാടം ഇന്നും മസ്ജിദുൻ നബിയിൽ കാണാം. അല്ലാഹു നമുക്കത് കാണാനുള്ള തൗഫീഖ് തരട്ടെ. പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളെ സമീപത്ത് വന്നിട്ട് ഒരു പ്രിയപ്പെട്ട പെണ്ണ് സങ്കടം പറഞ്ഞു പോയില്ലേ നബിയേ? നിങ്ങളെ സമീപത്ത് വന്നുകൊണ്ട് മസ്ജിദുൻ നബിയുടെ എത്രയോ ദൂരെ നിന്നാണ് ആ പെണ്ണ് നടന്നു വരുന്നത്. തങ്ങളെ സമീപത്ത് വന്നൊരു പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് സങ്കടം പറഞ്ഞില്ലേ നബിയേ? തങ്ങളെ സമീപത്ത് വന്നൊരു ഭർത്താവിനെ കുറിച്ച് വിഷമം പറഞ്ഞില്ലേ നബിയേ? ആ പെണ്ണിനെ ഒന്ന് തിരിച്ചു വിളിക്കണം നബിയേ. ആ പെണ്ണിനെ തങ്ങളൊന്ന് തിരിച്ചു വിളിക്കണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി? എന്തേ ജിബ്രീലേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹുവിന്റെ ഹബീബേ, ആ പെണ്ണിനെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് നബിയേ. ആ പെണ്ണിനെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് നബിയേ. ആ പെണ്ണിന് അല്ലാഹുവിന്റെ ശാപമുണ്ട് നബിയേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവേ, എന്റെ മുമ്പിൽ വിഷമം പറയാമെന്ന പൊന്നുമോളല്ലേ, എന്റെ മുമ്പിൽ കുടുംബ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാമെന്ന പൊന്നുമോളല്ലേ, ആ പൊന്നുമോൾക്ക് അല്ലാഹുവിന്റെ ക്ഷാപമുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ ക്ഷാപം മാത്രമല്ല നബിയേ, തങ്ങളടക്കമുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെ ക്ഷാപം അല്ലാഹു ആ പെണ്ണിന് നൽകിയിട്ടുണ്ട് തങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മാലാഖമാരുടെ ക്ഷാപം അല്ലാഹു ആ പെണ്ണിന് നൽകിയിട്ടുണ്ട് മുത്ത് തങ്ങളെ. അതുകൊണ്ട് ആ പെണ്ണിനെ ഉടനെ തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് ആ പെണ്ണിന് തങ്ങൾ ഉപദേശം കൊടുക്കുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാഷാ അല്ലാഹ്. ഉടനെ തന്നെ തന്റെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞു പോയ ആ സഹോദരിയെ വിളിക്കുകയാണ്. ആ സഹോദരിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, മോളെ, നിങ്ങളെ കുടുംബജീവിതത്തിൽ നിങ്ങളെ ഭർത്താവുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളെ കുടുംബജീവിതത്തിൽ നിങ്ങളെ ഭർത്താവുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? നിങ്ങളെ ഭർത്താവുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? ആ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ്, തന്റെ എല്ലാ വിഷമങ്ങളും പറയുകയാണ്. എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോവാറില്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാറില്ല. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമീപത്തുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ, ആ പെണ്ണ് പറഞ്ഞതെല്ലാം ശരിയാണ്, ആ പെണ്ണ് പറഞ്ഞതെല്ലാം ശരിയാണ് നബിയേ. പക്ഷേ പിന്നെ എങ്ങനാണ് ആ പെണ്ണിന് അല്ലാഹുവിന്റെ ക്ഷാപം കിട്ടുന്നത്? പിന്നെ എങ്ങനാണ് ആ പെണ്ണിന് അല്ലാഹുവിന്റെ ക്ഷാപം കിട്ടുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തങ്ങളെ, ആ പ്രിയപ്പെട്ട പെണ്ണ് ഭർത്താവിന്റെ കൂടെ രാത്രി സമയത്ത് കിടക്കാറില്ല നബിയേ. ഒരേ ഒരു ദിവസം നബിയേ, ഒരേ ഒരു ദിവസം മാത്രമാണ് നബിയേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ കിടന്നിറങ്ങേണ്ട പ്രിയപ്പെട്ട പെണ്ണ് ഒരു ദിവസം മാത്രം പിണങ്ങി മാറി നിന്ന പെണ്ണാണ് നബിയേ. തന്റെ ഭർത്താവ് പ്രിയപ്പെട്ട ഭാര്യയെ കിടപ്പറയിലേക്ക് വിളിക്കുന്ന സമയത്ത്, ഞാൻ വരൂല, ഇന്ന് നിങ്ങളോട് പിണക്കമാണെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പെണ്ണ് ഒരു ദിവസം മാറി നിന്നിരുന്നു നബിയേ. ആ മാറി നിന്നത് ആ പെണ്ണ് ആ ഭർത്താവിനോട് പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ല നബിയേ. ഒരേ ഒരു ദിവസം മാത്രമാണ്, ഒരേ ഒരു ദിവസം മാത്രമാണ്, ഒരു ദിവസം മാത്രമാണ് ആ പെണ്ണ് മാറി നിന്നിട്ടുള്ളത്. പക്ഷേ അതിന്റെ പേരിൽ ഇന്നുവരെ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ടില്ല, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയിട്ടില്ല തങ്ങളെ. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാത്ത കാരണം കൊണ്ട്, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാത്ത കാരണം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ലഅനല്ലാഹ് വലഅന റസൂലുള്ളാഹ് വമലായികത്തുല്ലാഹ്. അല്ലാഹു അവളെ ക്ഷപിച്ചു നബിയേ, അല്ലാഹു അവളെ ക്ഷപിച്ചു നബിയേ. അല്ലാഹുവിന്റെ ക്ഷാപം അല്ലാഹു അവർക്ക് കൊടുത്തുപോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ ക്ഷാപം അല്ലാഹു അവർക്ക് കൊടുത്തുപോയി നബിയേ. അല്ലാഹുവിന്റെ മാലാഖമാരെ ക്ഷാപം അവൾക്ക് അല്ലാഹു കൊടുത്തു നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉടനെ തന്നെ ആ സഹോദരിയോട് പറയുന്നു, മോളെ, അല്ലാഹുവിന്റെ പൊരുത്തം വേണം മോളെ, അല്ലാഹുവിന്റെ പൊരുത്തം വേണം മോളെ. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പൊരുത്തം വേണം മോളെ, മാലാഖമാരെ പൊരുത്തം വേണം മോളെ. എങ്ങനാണ് നബിയേ? എന്റെ ഇക്ക ജോലിക്ക് പോകുന്നില്ലല്ലോ, എന്റെ ഇക്ക എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്നില്ലല്ലോ, എന്റെ ഇക്ക എന്നെ നോക്കുന്നില്ലല്ലോ, എന്റെ ഭർത്താവ് എനിക്ക് വേണ്ട ഒരു സൗകര്യങ്ങളും ചെയ്തു തരുന്നില്ലല്ലോ നബിയേ. പിന്നെ എങ്ങനാണ് ആ ഭർത്താവിന്റെ കൂടെ ഞാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മോളെ നീ പറഞ്ഞതെല്ലാം ശരിയാണ് മോളെ, നീ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം പെണ്ണെ. അതിന് നമുക്കൊരു പരിഹാരം കാണാം. അതിന് നമുക്ക് ആ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിച്ച് പരിഹാര മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം. പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭർത്താവുമായിട്ട് ഒരേ ഒരു രാത്രി നീ പിണങ്ങിയിട്ടുണ്ടോ മോളെ? നീ പിണങ്ങിയിട്ടുണ്ടോ മോളെ? നീ പിണങ്ങിയിട്ടുണ്ടോ മോളെ? ഉണ്ട് നബിയേ, എന്റെ ഭർത്താവുമായി ഒരു രാത്രി ഞാൻ പിണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ പിണങ്ങിയ രാത്രി ഞാൻ മാറി താമസിച്ചിട്ടുണ്ട് നബിയേ. പിണങ്ങിയ ഒരേ ഒരു രാത്രി എന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഞാൻ മാറി കിടപ്പറയിൽ കിടന്നിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ക്ഷാപം അന്ന് മുതലേ നിങ്ങളെ മേലിൽ അല്ലാഹു ഇറക്കിയിട്ടുണ്ടെന്ന് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാറണം പെങ്ങളെ, മനസ്സിന്റെ അകത്ത് പേടി വേണം മോളെ, മനസ്സിന്റെ അകത്ത് പേടി വേണം പെങ്ങളെ. നിങ്ങൾ തലമറക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ലേ? നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ലേ? നിങ്ങൾ ഖുർആൻ ഓതുന്നത് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ലേ? പല സ്ത്രീകളും അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യങ്ങളെ ടിക്ടോക്കിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഹറാമിയത്തിന്റെ ലോകത്തേക്ക് തള്ളിവിടുമ്പോ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഒരു ഹറാമിയത്തും ചിന്തിക്കാത്ത പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവിന്റെ സ്വർഗം നേടണമെന്ന ആഗ്രഹം കൊണ്ടല്ലേ? ആ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് ഭർത്താവിന്റെ ഒരു പിണക്കം കൊണ്ട്. നിങ്ങളെ പ്രിയപ്പെട്ട ഇക്കയോട് നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാ, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാ, ആ ഭർത്താവിനോട് ഒരു രാത്രി ഭർത്താവിന്റെ സമ്മതമില്ലാതെ നിങ്ങൾ മാറിക്കിടന്ന അല്ലാഹുവിന്റെ ഹബീബി പെണ്ണിനോട് പറയുകയാണ്, അന്നു മുതലേ അല്ലാഹുവിന്റെ ക്ഷാപം നിങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണെ, നിന്റെ സ്വർഗം നിന്റെ ഭർത്താവാണ് മോളെ, നിങ്ങളെ സ്വർഗം നിങ്ങളെ ഭർത്താവാണ്, നിങ്ങൾ മറന്നു പോവണ്ട. ഭർത്താവ് എന്ത് ചെയ്താൽ പ്രിയപ്പെട്ട ഭർത്താവിന് അല്ലാഹുവിനെ സ്ഥാനം നൽകിയിട്ടുണ്ട് പെങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരെ ആദരിക്കണം സഹോദരിമാരെ, ഭർത്താക്കന്മാരെ സ്നേഹിക്കണം സഹോദരിമാരെ, ഭർത്താക്കന്മാർക്ക് ബഹുമാനം കൊടുക്കണം സഹോദരിമാരെ. ഭർത്താക്കന്മാർക്ക് ബഹുമാനവും സ്നേഹവും കൊടുത്താൽ മാത്രമാണ് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തേക്ക് മാലാഖമാര് നിങ്ങളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ മാടി വിളിക്കുന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ.